ബാബേട്ടാ ആരെ വന്നോക്കി? ആരാണിപ്പത് വന്നത്? രണ്ട് പേരുകളാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് ഷൈൻ ടോം ചാക്കോ, മറ്റൊന്ന് ശ്രീനാഥ് വാസി. എപ്പോഴും ഇവരുടെ പേരുകളാണ് ലഹരി എന്ന് പറയുമ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ചെറ്റകളെ എന്തിനു വീട്ടിൽ വെച്ചോണ്ടിരിക്കണം? കൈയും കാലും തല്ലി ഒടിച്ച് പട്ടിണി കിട്ടു കൊല്ലണം. എനിക്ക് ഷൈനെ എനിക്ക് നല്ലപോലെ അറിയാം. ഇത്രയും നല്ലൊരു വ്യക്തിനെ ഞാൻ കണ്ടിട്ടില്ല. തനിക്കെങ്ങനെ അറിയാം? താനാരാ? എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. അത് ശരിയാ. പുകവലിയില്ല, മുറുക്കില്ല, വെള്ളാടിയില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെന്നേ. സാർ പോയി കിടന്നോളൂ. ഞാനൊന്ന് പറയട്ടെ. സാർ പറയും. മോളെ, ഇവൻ പല സദസ്സിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും ഭവ്യതയിലും മര്യാദയിലും സംസാരിക്കുന്ന ഒരു വ്യക്തിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനേനുമാണ്. ആ വ്യക്തികളല്ലേ അതുപോലെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ലൊക്കേഷനിൽ പോലും അവന്റെ അടുത്ത് എന്താ പറയാ, ഇവർക്ക് നല്ല കാര്യം കൊടുക്കണം. എളിമ നമ്മള് കാര്യം ഒഴിഞ്ഞു കൊടുത്തിട്ടില്ലേ? അപ്പൊ തന്നെ അത് പറയാ ഞങ്ങൾ പെട്ടില്ലേ? ഇവനെന്താ ഇങ്ങനെ? എങ്ങനെ? ഇത്രയും നല്ലൊരു വ്യക്തിനെ ഞാൻ കണ്ടിട്ടില്ല. എന്നായിട്ട് ഇടപഴകിയ സമയത്തെല്ലാം ഒരിക്കലും അപമര്യാദയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംസാരിക്കുന്നു. ഇങ്ങനൊരു ആറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പക്ഷെ ഷൈന് ഓക്കെ ഇങ്ങനൊരു സംഭവത്തിൽ അത് പെട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവനെ തിരിച്ചുകൊണ്ടുവരാനല്ലേ നോക്കേണ്ടത്. മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് പ്രസിഡന്റ്. സാഹചര്യമാണ് അവനെ വഷളാക്കുന്നത്. ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു പൊങ്ങുതടിയായിരുന്നു കാരക്കുട്ടിൽ ദാസൻ. ഇനി അവനൊരു ലക്ഷ്യം ഉണ്ടാക്കണം. അതിനെ ഒരു ക്രിറ്റിസൈസും ചെയ്തുകൊണ്ട് ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് നിങ്ങളിങ്ങനെ വളർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനെ ഞാൻ ആക്ച്വലി അതിനെന്താ, അസുഖമുള്ളവരെ അകറ്റുകയല്ല അടുപ്പിക്കുകയാണ് വേണ്ടത്. സ്വയം അറിയുന്നവനാണ് ഉത്തമ മനുഷ്യൻ. വലിയേട്ടൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണി തന്നെ. കഴിഞ്ഞിട്ടില്ല. സിനിമ സെറ്റിൽ നിന്നാണ് ഷൈനിന്റെ വായന്ന് വെള്ള പൊടി എന്ന് ഓർമ്മ വരുന്നത്. സിനിമ സെറ്റിൽ ഇത് തന്തപ്പലി കാണണ്ട. കഞ്ചാവ് മാത്രം വലിക്കുന്നതാണെന്നുള്ളത് എനിക്കറിയാം. പിന്നെ MDMA എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നവരതൊന്നും കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? നാട്ടിലെ പ്രമാണിയായി പോയില്ലേ? ഞാൻ പറയുന്നത് ഞാൻ കണ്ട ഷൈൻ ഒരിക്കലും എൻ്റെ അടുത്ത് അങ്ങനെ മിസ്ബിഹേവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഡ്രഗ് അടിച്ചിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നീ ഒന്നും പണയണ്ട. ഈ ഡ്രഗ്സിന് അടിമപ്പെടുക എന്ന് പറയുന്നത് ആക്ച്വലി പറഞ്ഞാൽ നമ്മുടെ രാജ്യം ശരിക്കും ശത്രുവിന്റെ പിടിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് അന്ന് തുടങ്ങിയ ശത്രുതയാണല്ലോ ഇന്ത്യ പാകിസ്ഥാനോ. അപ്പൊ ഡ്രഗ് അടിച്ചിട്ടോ അല്ലെങ്കിൽ അതടിച്ചിട്ടോ അത് ഇപ്പോഴൊന്നും കാണില്ലായിരിക്കും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത് ഈ ആൾക്കാരെ എല്ലാം. ഞാൻ നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശൻ നായർ. എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല. കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ കുട്ടിയുടെ ഇന്നത്തെ നിലപാടിനെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെയാണ് നടന്നിരുന്നതെങ്കിൽ മഹാമനസ്കനായ മുതലാളി മകനോട് ക്ഷമിച്ചാനല്ലേ? അതെ, എനിക്കത് കേട്ടാ മതി. ആ കുട്ടിക്ക് പോലും വിഷമമുണ്ട്, എനിക്കും വിഷമമുണ്ട്. കാരണം നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അപ്പൊ ആ കുട്ടി എന്താണ് ആഗ്രഹിച്ചത്? ഇതെങ്ങനെങ്കിലും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആ ഷൈനെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കിയത്. പക്ഷെ അത് ഒന്ന് പറഞ്ഞു മനസ്സിലായി. കുട്ടി പറയുന്നത് ആളെ മാറ്റിയെടുക്കാവുന്നല്ല, ആളുടെ കൂടി ഇനി അഭിനയിക്കില്ല എന്നാണ് പറയുന്നത്. അത് മാറ്റിയെടുക്കാവുന്നുള്ള ഉദ്ദേശത്തിലല്ല പരാതി കൊടുക്കാൻ സമ്മതിച്ചു. അതെല്ലാം അതിപ്പോ ഒരു ഇമോഷനിൽ പലരും പറയും. എന്നെ സല്യൂട്ട് ചെയ്താ എന്റെ അസിസ്റ്റന്റാ. വെക്കുന്ന പടിയല്ല ഉന്നം തെറ്റുകയാണോ മക്കളെ? അന്ന് നിങ്ങളത് കണ്ടില്ലെങ്കിൽ പിന്നീട് അത് വളർന്നു പോകും. സോ ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ടു ദ എൻറ്റയർ സൊസൈറ്റി ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദ ഡ്രഗ്സ്. സുരേന്ദ്രേട്ടാ, ഞാന് നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്? ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ വെറുപ്പിച്ചാൽ പോലെ ഞങ്ങളൊരു സ്ഥാപനം നടത്തില്ല. ഞാനും ബാബേട്ടനും വിട്ടു.